നമസ്കാരം. പതിരും കതിരും. മറ്റുള്ള ഉരകങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആമകൾ. പല്ലുകൾ ഇല്ലെങ്കിലെന്താ, ശക്തിയേറിയ ചുണ്ടുകൾ ഉണ്ടല്ലോ. പതുക്കെയാണ് നടപ്പെങ്കിലെന്താ, മൂക്കിലൂടെ വെള്ളം കുടിക്കാമല്ലോ. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. ആണിനേക്കാൾ പെണ്ണിനാണ് വലിപ്പം. ആയുസാണെങ്കിൽ 90 മുതൽ 150 വർഷം വരെ. ഇങ്ങനെ സവിശേഷതകൾ ഏറെയുള്ള ആമവംശം നിലനിന്നു കാണാൻ കേന്ദ്രമൊന്ന് ആഗ്രഹിച്ചു പോയി. കമ്മ്യൂണിസത്തിനും ആമകൾക്കും പറ്റിയ പ്രജനന കേന്ദ്രം കേരളമാണെന്ന് അറിയാവുന്ന നിർമ്മല സീതാരാമൻ കടലാമകളുടെ പ്രചാരണ കേന്ദ്രങ്ങളിലൂടെ ഒരു വിനോദസഞ്ചാര പദ്ധതി അങ്ങ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി ആരോടോ പറഞ്ഞെങ്കിലും എയിംസും വന്നില്ല, വേഗറയിലും വന്നില്ല, ഒരു തേങ്ങയുമില്ല. കടലാമയെ കണ്ട് ഒരു വിനോദയാത്ര മാത്രം തന്നു. കേന്ദ്രം ഇത്രമാത്രം കേരളത്തെ തഴയാൻ കാരണം എന്തായിരിക്കും? ഈ മുഖ്യൻ്റെയും മന്ത്രിമാരുടെയും പൊങ്ങച്ചമടിയും വീമ്പ് പറച്ചിലുമാണെന്ന് തോന്നുന്നു. കാരണം സർക്കാർ ആശുപത്രികളിൽ ഔഡി കാറുകളുടെ നീണ്ട നിര, റോഡുകളാണെങ്കിൽ ന്യൂയോർക്ക് പോലെ. പാവം സ്ത്രീകൾക്ക് പിറക്കാതെ പോയ മകനായി സദാ ഒപ്പമുണ്ട് പിണറായി വിജയൻ. അമേരിക്കയിലേക്കുള്ള MRI സ്കാനിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. സ്പാനിഷ് യുവതികളാണെങ്കിൽ ചികിത്സയ്ക്ക് വരുന്നത് ആലപ്പുഴയിലാണ്. KSRTC ബസ്സിലെ സൗകര്യങ്ങൾ അറിഞ്ഞ് കാറ് വിൽക്കുന്ന മലയാളികൾ വർദ്ധിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വരെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് അഭിനന്ദിക്കുന്നു. കേരളം എന്തു മാറ്റമാണ് മാറിയത്. 10 വർഷം കൂടി കഴിഞ്ഞാൽ കേരളം സിംഗപ്പൂരാകാൻ പോകുന്നു. കന്യാസ്ത്രീകൾക്കാണെങ്കിൽ കൈനിറയെ പെൻഷൻ. അങ്ങനെ എല്ലാം സ്വന്തമായുള്ള കേരളത്തിന് ഒന്നും കൊടുക്കണ്ട എന്ന് കേന്ദ്രം തീരുമാനിച്ചാൽ അത് കുറ്റമല്ല, ചെറിയ അസൂയ മാത്രമാണ്. അടുത്ത ഭരണം പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ തുറന്നിട്ട് കാത്തിരിക്കുകയായിരുന്നു BJP. അതെങ്കിലും നോക്കണമായിരുന്നു നിർമ്മലാജി. കേരളത്തിൻ്റെ ധനമന്ത്രിയുടെ കയ്യിലുള്ള ബജറ്റ് ബാഗ് ഒന്ന് കാണണമായിരുന്നു. അതിന് 4-1 വലിപ്പമുണ്ടോ നിർമ്മലയുടെ കയ്യിലിരിക്കുന്ന പീക്കിരി പെട്ടിക്ക്? കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി തരുമെന്ന് കരുതി സംസ്ഥാന ബജറ്റിൽ 20,000 കോടിയുടെ അധിക ചെലവാണ് ബാൽഗോപാൽ എഴുതി ചേർത്തത്. ഇനിയിപ്പോഴതെല്ലാം ഒരു കോണിൽ നിന്നിരുന്ന് വെട്ടണം. കേന്ദ്രം തരുമെന്ന് കരുതിയ കാശ് വെച്ചാണ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇനി എങ്ങനെ അതെടുത്തു കൊടുക്കും? ഖജനാവ് നിറഞ്ഞു തുളുമ്പിക്കിടക്കുകയാണ് എന്നങ്ങ് പറയുകയും ചെയ്തു. ഇനി സുരേഷ് ഗോപി പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. എയിംസ് വരില്ല മറ്റേ മോനെ. 29 ആവശ്യങ്ങളാണ് കേരളം കേന്ദ്രത്തോട് ഉന്നയിച്ചത്. ഒന്നുപോലും കണ്ട ഭാവമില്ല. അല്ല പിണറായി, കേന്ദ്രവുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനല്ലേ നമുക്കവിടെ ഒരു തോമസ് മാഷ് ഉള്ളത്? അതും പോരാഞ്ഞ് ഞാൻ പാലമാകാമെന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജാസും പുറപ്പെട്ടിട്ടുണ്ടല്ലോ. പിണറായി വിജയനെ കണ്ട് എഴുന്നേറ്റ് ചെന്ന് മോദിജി ആലിംഗനം ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ വലിപ്പിക്കുമെന്ന് ആര് കരുതി? എന്നാലും ആമകൾ മുട്ടയിടുന്നതിൻ്റെ കീഴിലൂടെ വിനോദസഞ്ചാരമെന്ന ആശയം ഭയങ്കരമായി പോയി. മുട്ട പൊട്ടാതിരിക്കാൻ ആളുകൾ കടൽത്തീരങ്ങളിൽ കാത്തുനിന്നാണ് സംരക്ഷിക്കുന്നത്. കേരളത്തിലെ BJP വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങിയത്. രാജീവ് ചന്ദ്രശേഖർ ജി ആണെങ്കിൽ ഓരോ ദിവസവും ജിമ്മിൽ നിന്നുള്ള പടവുമിടാറുണ്ട്. കേന്ദ്രം ആമയുടെ പുറത്തു കയറി കേരളത്തിൽ വിനോദസഞ്ചാരത്തിന് തുടക്കമിട്ടത് വല്ലാതെ ക്ഷീണമായിപ്പോയി അവർക്ക്. നട്ടും ബോൾട്ടും ഇളകിയ പിണറായി സർക്കാരിലെ തള്ളിമറിക്കൽ ഒരിടത്ത്, 2 ഇഞ്ചിൻ്റെ ആണി ചോദിച്ചാൽ മുട്ടുസൂചി പോലും തരാത്ത കേന്ദ്രം ഒരു വഴിക്ക്. പക്ഷേ ഇവർ തമ്മിലുള്ള അന്തർധാരകളും അപാരമായ ആശ്ലേഷവും പ്രശസ്തവുമാണ്. കേരളത്തിലെ ജനങ്ങളെ ഒതുക്കത്തിൽ ഒപ്പിക്കുന്ന ഏത് പരിപാടിക്കും ഇവർ രാത്രിയുടെ മറവിൽ ഒപ്പിടുകയും ചെയ്യും. സത്യത്തിൽ 2 കൂട്ടരും കൂടി വലിപ്പിക്കുന്നത് കേരളത്തിലെ മനുഷ്യരെയല്ലേ? സുരേഷ് ഗോപി നെഞ്ചുപിരിച്ച് ആ മറ്റേ മോൻ പ്രയോഗം നടത്തിയപ്പോൾ നമ്മൾ ഉറപ്പിച്ചതായിരുന്നു എയിംസ് വരുമെന്ന്. ഇതിപ്പോൾ പിണറായി തൃക്കാക്കരയിൽ നിന്ന് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മഞ്ഞക്കുറ്റി വിഴിഞ്ഞ പോലെ ആയിപ്പോയി കാര്യങ്ങൾ. അതെന്തായാലും പിണറായി കേരളയിൽ വരും മറ്റേ മോനെ എന്നു മാത്രം പറഞ്ഞില്ല ആശ്വാസം. കേരളത്തിലെ കടലാമകളോട് എന്തിനാണ് കേന്ദ്രത്തിന് ഇത്ര വലിയ ഇഷ്ടം? അത് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആമയുടെ പുറന്തോട് മലർത്തിപ്പിടിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് തെണ്ടാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പിണറായി വിജയന് കഴിയും. ആമകളോടുള്ള കരുതൽ പോലും പിച്ചച്ചട്ടിയെടുത്ത കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്രത്തിന് ഇല്ലാതെ പോയി. അതെങ്ങനെയാ? അല്പം ദാരിദ്ര്യമുണ്ടായിരുന്നതും പിണറായി വിജയൻ തുയച്ചു മാച്ച് കളഞ്ഞു. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണം. കേന്ദ്രത്തിൻ്റെ ബജറ്റ് അവതരണം നോക്കി മിഴിച്ചിരുന്ന BJP നേതാക്കളെല്ലാം ആകെ വെട്ടിലായിരിക്കുകയാണ്. പോകാൻ നേരത്ത് എല്ലാവർക്കും ഓരോ ആമമുട്ട ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട് നിർമ്മല സീതാരാമൻ. ഇനി അത് വിരിയുന്നത് നോക്കി വെറുതെ ഇരുന്നാൽ മതി.